മാമ്പി ചേർത്തലക്കാരനാണ്. മകരനാഥനാണ്. ഇപ്പം ഈ അക്കൗളാനക്കുട്ടി എങ്ങനെയുണ്ട്? മാവൻ ഇന്നും കൂടെ പുറത്ത് ആ ഒരു സമയത്ത് വിവേകൻ്റെ കൂടെ മുകളില് ഞാൻ ഇവിടെല്ലാം പോയി തോന്നിയിട്ടുണ്ട്. വർഷങ്ങളായി ഇപ്പോഴാണ് കയറുന്നത്. ഇപ്പോഴും അതിന് യാതൊരു മാറ്റമില്ല. പഴയ പവർ ഇന്ന് നമ്മൾ കണ്ടതാണ്. ഒരാനയും കൊണ്ട് ചെറുക്കുന്നപ്പോഴും അമ്പലം ചെന്നു തോട്ടപ്പള്ളി. അങ്ങനെ എനിക്ക് പരിചയമൊന്നുമില്ല. മാമ്പിങ്ങനെ എഴുന്നള്ളിക്കുന്നു. എല്ലാവരും പറഞ്ഞു ഇതാ മാമ്പി ചേർത്തലക്കാരനാണ്, മകരനാഥനാണ്. ഞാൻ എടുക്കാനൊന്നും പോയില്ല. ഞാൻ വിളിച്ചോ ഒരു പതിനഞ്ച് ഞാൻ കറങ്ങുന്നില്ല. ഞാൻ പോയി അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ മാമ്പിയെ പരിചയപ്പെട്ട് ഞാൻ കണ്ടുമുട്ടുന്നത്. ഇപ്പം ഞാൻ വന്നിടത്തോളം മാമ്പിക്കെന്ന് പറഞ്ഞാൽ പേരുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും മാമ്പി അറിയാത്ത ആൾക്കാരില്ല. മാമ്പിക്ക് പ്രത്യേക ഒരു വിലയുണ്ട്. മറ്റേ ഒരുപാട് നല്ല തൊഴിലറിയാവുന്നവരും നല്ല ഒരുപാട് ആനക്കാരുണ്ട്. ഇത് മാമ്പിയെ പോലെ ഇന്ന് ഒരുത്തിനും എവിടെ പോയാലും മാമ്പി എന്ന് പറഞ്ഞ പറയാനുണ്ട് ഇല്ലേ? അതുപോലെ മറ്റുള്ളവൻ്റെ പറയണ്ട ഇല്ല. അത് ഓരോരുത്തൻ്റെ ഒരു കഴിവാണ്. ഇപ്പം ഞാൻ തന്നെ ഒരാന കഴിക്കും, അത് അവൻ്റെ കഴിവുണ്ട് അല്ലേ? അല്ലാതെ ഓടിച്ചെന്നിട്ട് എനിക്ക് അങ്ങനെ ഞാനെന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഈ ആന ഇപ്പം നേരത്തെ ഒരുപാട് പേര് കയറിയതാണ് ഈ മാമ്പി. ഇപ്പം മാമ്പി വന്നപ്പോൾ ഈ ആന തെളിഞ്ഞ് ഇപ്പോൾ ഇച്ചിരി ഇതുണ്ടാണ്. മറ്റേത് ഇങ്ങനൊന്നുമില്ലായിരുന്നു. കെട്ടി അവിടെ ഇടും. ഞാനൊരു 10-30 പരിപാടി എടുക്കും, അത് കിട്ടേക്കും. മലയാളി ആന അങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇത് ചാടിക്കും പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആയപ്പോഴത്തേക്കാണ് അവരെ കെട്ടിയിട്ട് അവിടെ കിടക്കും. ഇഷ്ടംപോലെ സാധനം ആനയ്ക്ക് കൊടുക്കാം. അതൊക്കെ അവിടെ ചെയ്യും. കൊടുക്കില്ല. ഇമാരവിടെ ചെന്ന് കുടിച്ചും കിടക്കും. അങ്ങനെ ഇപ്പോൾ മാമ്പി വന്ന് വ്യത്യാസമായി. അങ്ങനെ ശ്രീകണ്ഠനാണ് വിവേകം മാറിക്കഴിഞ്ഞിട്ട് ഒരു പണി പോലും പണിഞ്ഞിട്ടില്ല. അത് നല്ല ഉപരാനായതും പണിക്കൊക്കെ അല്ലാതെ ഇപ്പോൾ ഒരുത്തര കൈ ഇപ്പോൾ ഓടിച്ച് പതിയിട്ടിരിക്കുക. അത് തന്നെ വിവേക് ഇപ്പം ഞാൻ സൂര്യനാനെ അയച്ചു. അതിനുമ്പോൾ വേറെത്തമാരവിടെ കയറിയിട്ട് പരിപാടി 10-15 പരിപാടികളും കൊണ്ട് കിട്ടും. പരിപാടിക്ക് എടുക്കില്ല നാശമാണ്. ഇപ്പം വിവേകെന്ന് കുറേ പരിപാടി ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം പരിപാടിയൊക്കെ എടുക്കും. ആളൊന്നും കുഴപ്പമില്ല. പരിപാടിയൊക്കെ എടുക്കും. കൂടുതലൊക്കെ പൈസ കൊടുക്കും. അതൊന്നും കുഴപ്പമില്ല. ഇപ്പം ഈ അക്കൗളാനക്കുട്ടി എങ്ങനെയുണ്ട്? മാവൻ ഇന്നും കൂടെ പുറത്ത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കയറുന്നത്. പണിക്ക് ഒരു കള്ളമില്ല, ഒരു കാലിനും യാതൊരു മിസ്റ്റേക്കും ഇല്ല. ഞാൻ ഒരുപാട് ആന പഠിച്ചിട്ട് ഇതിനെ പഠിച്ചു. ഇതും കുഴപ്പമില്ല. കാലിന് നല്ല ക്ലിയറാണ്. കാലിലൊക്കെ ചുവ നിൽക്കുകയും എല്ലാം ചെയ്യും. കാലിനെ കാണിച്ചാൽ ഒക്കെ എടുക്കും. എല്ലാം ചെയ്യും. ഇടവും മരം കാണിച്ചാൽ ചെയ്യും. പിന്നെ കൂടുതൽ വേറ്റ് പറ്റത്തില്ല. അടിക്കാം. ഞാൻ അങ്ങനെ കൊടുക്കും. ചിലപ്പം ദേഷ്യം മറ്റാനയ്ക്കൊക്കെ 2 എണ്ണമൊക്കെ വല്ലപ്പോഴും ദേഷ്യം വരും കൊടുക്കും. ആർക്ക്? ഈ ശ്രീകണ്ഠന് പിടിച്ചെടുക്കും വരും. അതുപോലെ ഇതിനൊക്കെ അങ്ങനെ അടിക്കേണ്ട കാര്യമില്ല. കൊച്ചാനക്കുട്ടിയല്ലേ, കാലിൽ പണിഞ്ഞു വിടും. പിന്നെ അടിക്കണം. വല്ലപ്പോഴൊക്കെ ഒരെണ്ണം ആരംഭിക്കണം അറിയാൻ വേണ്ടി. അല്ല ചുമ്മാ ഇട്ടടിച്ച ആനയ്ക്ക് തന്നെ ഇവൻ പിന്നെ നമ്മൾ കയറുമ്പോഴാണ് അവൻ കുഴപ്പമില്ല, നമ്മൾ ചെയ്യാം. ചില കയറി കഴിയുമ്പോൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അതുമല്ല ചിലർക്ക് കാല് ശരിയാവില്ല. കാല് കാണിപ്പില്ല ചെയ്യാനുള്ളത് പഠിക്കുന്നത് ചെയ്യുന്നത്. നമ്മൾ കാല് കാണിക്കുന്ന അങ്ങനെ ഇത് പഴയ ആനക്കാരുടെ കാല് അതിനറിയാം. അപ്പം നമുക്കറിയാം. അത് കണക്കാക്കി നമ്മൾ കാണിക്കും. അത് കണക്കാക്കി ചെയ്യും. അതുപോലെ ഈ പ്രസാദാനയും ഞാൻ കുറച്ചാൾ കഴിഞ്ഞ് പണിച്ചപ്പോഴത്തേക്കാണ് വേറെ ആൾക്കാർ പണിയാൻ പറയും ഊപ്പർ കാലാണ്. ഞാൻ കാല് പിടിപ്പിച്ചു. അത് മാണിക്കാന കാല് പിടിപ്പിച്ചപ്പോഴത്തേക്ക് എല്ലാം ഊപ്പർ കാലാണ്. ഈ മെഴുവേര് മുരളിയൊക്കെ കയറി അവരൊക്കെ ഊപ്പർ കാലാണ്. ഞാൻ കാല് പിടിപ്പിച്ചു. ഒരു കുഴപ്പമില്ല.
അത് മായാന ഉം. ഇതൊക്കെ നല്ല ഇതുണ്ടാകാനുള്ള. ഈ കാല് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അത് സാധ്യമാക്കി എടുക്കുന്നത്? കാലിൻ്റെ ചിലർ മൊത്തം കിടന്ന് അനക്കും. നമ്മുടെ ഈ കുഴ അനങ്ങത്തുള്ളൂ, ഇവിടെ ഇത്ര അനങ്ങത്തുള്ളൂ. ഈ തടിയൊക്കെ താത്തെടുക്കാനെ കൊണ്ട് ഈ വിരലുണ്ടല്ലോ താഴോട്ട് ഇങ്ങനിട്ട് കാണിക്കും, അപ്പം കുനിഞ്ഞെടുക്കും. ചില പുറത്തിന് ഏടാന കത്തുന്ന പറയും, ചില പറയണ്ട, ചില ആന കാണിക്കുമ്പോൾ ഇത് കാണിച്ചാൽ എടുക്കും, ചിലക്ക് കൈ കുത്തിയിട്ട് കാണിക്കുമ്പോഴേ എടുക്കാൻ. പിന്നെ നീക്കാനും അത് തന്നെ, നീക്കും, കൊമ്പ എടുക്കാനും എടുക്കും. ചില ആനകൾ ഈ ഇടവും വലമൊക്കെ ഇടത്തോട്ട് കാണിക്കണമെങ്കിൽ നമ്മുടെ കാലിൻ്റെ ദർശനം ഇടത്തോട്ട് കാണിക്കുമ്പോൾ ഈ കാലം ഇങ്ങോട്ട് പിടിക്കും, അത് കാണിക്കും അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് കാണിക്കണമെങ്കിൽ ഈ കാലം ഇങ്ങോട്ട് കാണിക്കും, ഇത് പുറന്നോട്ട് പിടിച്ചിട്ട് ഇത് കാണിക്കും, ആവും. അതുപോലെ പുറന്നോട്ട് രണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി പുറന്നോട്ട് പോകും. പിന്നെ മാറി വയ്ക്കാനെ കൊണ്ട് ഇത് ഇടത്തെ കാല് മുമ്പോട്ട് കാണിക്കും, ഈ കാല് പുറന്നോട്ട് കാണിക്കും, തട്ടിക്കൊടുക്കും, ഇപ്പുറത്ത് മാറിയിരിക്കും തടി, അതുപോലെ അപ്പുറം മാറി. ഈ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം പണിയാൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പണിയില്ല, ഇത് മരം പിടിക്കുക നല്ല പണിയാണ്. ഞാൻ കുറേ പണി വിവേകൻ്റെ കൂടെ കുറേ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വിവേകൻ്റെ കൂടെ മുകളിൽ ഞാൻ ഇവിടെ എല്ലാം പണിന്ന് പണിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്താണ്ട് അവിടെ പണിഞ്ഞ അപ്പുറത്തെ അവിടെ അത്ര പിന്നെ അവിടെ കുറേ പണി ഇവിടെ എല്ലാം പണിഞ്ഞിട്ടുണ്ട്. മണിവരെ വരെ പോയി പണിഞ്ഞിട്ടുണ്ട്. ഞാൻ ചാതാപ്പള്ളി നിങ്ങൾ പോയില്ലേ നമ്മൾ അവിടെ എല്ലാം പോയി പണിഞ്ഞ. അതുപോലെ തന്നെ ഈ അപ്പച്ചേട്ടന് മരം പിടിച്ചു ഈ ആനയും കൊണ്ട് ആ ചെവിട് താഴെ കിടക്കുക, മണ്ട മുകളിൽ. അത് ഇറങ്ങിപ്പോകാൻ ഇവിടെയൊക്കെ പോസ്റ്റും ഇത്ര വീതിയുള്ളു. ഇറങ്ങിപ്പോകാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് റബ്ബർ നട്ടിട്ടുണ്ട്, താഴെ വീട്, ഈ ചെവിട് താഴോട്ടിരിക്കുക, മണ്ട കയറ്റി അങ്ങോട്ട് പിടിക്കാതെ. ആ വീട്ടുകാർ പറയുക എൻ്റെ റബ്ബർ എന്ന് പറയും, റബ്ബർ പോകരുത്, തടി കയറണം, ആന വക്ക വിട്ടാൽ താഴെ വീട്ടിൽ പോകും. ഞാനവിടെ കിടന്ന് കഷായം വിട്ടു പിടിച്ചത് ഏതറിയിക്കുക, ഞാൻ പറഞ്ഞു ഒന്നും പിന്നണ്ട പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു അത് ഒരു ചെടി റബ്ബർ പോലും പോയില്ല, ഞാൻ പിടിച്ചേറ്റ് കറക്കി കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് അവർക്കൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു. അങ്ങനെ പിടിക്കണം, കാലിൽ അതുപോലെ ചെയ്യാണ്, കാലിൽ പക്കയാണ്. കൂടുതൽ വേദം ചെയ്തിട്ട് അടിക്കണം. ഒരെണ്ണം എന്തോ ചോദിച്ചിട്ട് വരട്ടെ അങ്ങ് പിടിച്ചോളൂ. പിന്നെ ചില ആനകളെ അടിച്ച് തൂറിച്ചാലും പിടിക്കില്ല. ചില ആനകൾ 4 കൂടെ മരണപ്പെടുത്തും പിടിക്കും. അയ്യോ പിടിച്ചോണ്ട് ആ മാണിക്കാനൊക്കെ അടിക്കണ്ട, അങ്ങ് പണിയുള്ളൂ, ഒരു വിരട്ടൊക്കെ വിരട്ടി അതൊക്കെ പണിയുള്ളൂ. രാജഗോപാലന്മാർ ചങ്ങനാശ്ശേരിക്കാരായിരുന്നു. അതിന് ഒരു പ്രായമുള്ള ആളെ കയറി, അയാൾക്ക് ഒരു കുഴപ്പമില്ല, അയാൾ എപ്പോൾ ചെന്നാലും ആന അറിയും, വേറെ തന്നെ ഒഴുക്കി കൊടുത്ത് അതിന് കുഴപ്പമില്ല. ഇയാൾ എപ്പോൾ ചെന്നാലും എന്താ പറയുള്ളൂ, അയാൾ എന്നാൽ വലിയ രോഗിയാണ്. ലാസ്റ്റിക്കാണ് അയാൾ മരിച്ചപ്പോൾ ഞാൻ വിറ്റു. അത് ഈ അക്കരെ നാരങ്ങാനത്ത് കൊച്ചുകൊണ്ടിൽ കുഞ്ഞാമച്ചെന്ന് പറയുന്ന പാറ്റ മേടിച്ച് ഞാൻ ഈ മോലാന കാര്യം പറയില്ലേ പണ്ട് ഇവിടെ അതിൻ്റെ മോലാളി മേടിച്ചു. അതിൻ്റെ മോലാളി മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ താമരം പിള്ളെന്ന് പറയുന്ന ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അവിടെ അരീറ്റും വെള്ളമൊക്കെ കൊടുത്ത് ചോറ് കൊടുക്കുമ്പോൾ എന്നെ വലിയ ശല്യമില്ലാണെങ്കിൽ ആശ പരിപാടിക്ക് പോയി ഈ മങ്കൊമ്പി പണിക്ക്, കോട്ടയം മങ്കൊമ്പി. അന്ന് കായൽ നിന്ന് നോക്കറ് വലിയ ഇതൊക്കെ പാകാണ്. ചങ്ങലയൊക്കെ വളർത്തി തന്നിട്ട് ഇത് ഉപ്പുള്ളതുകൊണ്ട് ചുരുമ്പ് പിടിക്കും. ചങ്ങലയൊക്കെ അന്ന് സ്റ്റീലും ഇല്ല, മറ്റേ വെള്ളത്തിലാക്കി അവിടെ അക്കരെ ചെന്ന് ആന അവിടെ അന്ന് മുട്ടൊന്നുമില്ല, മുട്ടില്ല, മേയ്ച്ചങ്ങല. അപ്പോൾ ചങ്ങല കൊണ്ടുവന്ന് ചങ്ങല മറ്റേ ശ്രീരമ്പളം പറയുന്നുണ്ടായിരുന്നു, അയാൾ കൊടുത്ത് ഞാനിവിടെ ചുറ്റി കെട്ടിയപ്പോൾ ഇയാൾ അങ്ങോട്ട് കയറിപ്പോയപ്പോഴേ ഇയാളെ ഒരു 3 മുക്ക് മുക്കിയാണ്. ആനയ്ക്ക് ഉള്ളായിരുന്നു. ആനയിട്ട് മുക്കി, ഇയാൾ മുക്കി, ആൾക്കാരൊക്കെ കയറണ അയാൾ മുക്കി അക്കരെ കയറി ചെന്ന് ആനെ അവിടെ കെട്ടിക്കഴിഞ്ഞിട്ട് വാ. അപ്പം വൈകിട്ട പരിപാടിയുള്ളൂ. ഇത് ഉച്ചയായി.
അവിടെ ഷാപ്പുണ്ട്. ഷാപ്പിലോട്ട് ചെന്നപ്പോൾ എൻ്റെ വല്ലതും മേടിച്ച് കഴിച്ചു. ഞാൻ ഒരു കപ്പയും ഒരു കറിയൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിച്ചു. ഇയാൾ മറ്റാളും കൂടെ അവിടെ നിന്ന് ഇതടിക്കുക കള്ള്. അവിടെയൊക്കെ ഒരുമാതിരിപ്പെട്ട 6 കപ്പ് അടിക്കത്തില്ല, 2 കപ്പ് 3 കപ്പ് കള്ളടിക്കില്ല. ഇയാളവിടെ നിന്ന് 7 കപ്പും അടിച്ചു. ആരോഗ്യമുണ്ടല്ലോ അടിച്ച്. അപ്പോൾ ഷാപ്പാട് നോക്കിയിട്ട് ഓരോ കപ്പ് ഫ്രീയും കൂടെ കൊടുത്തു. ഞാൻ കള്ളൊന്നും അടിക്കില്ല, ക്യാഷിൽ കാണാം ഇറങ്ങി ഫ്രീയാക്കില്ല. വെള്ളത്തിൽ മുക്കിയതിൻ്റെ ദേഷ്യം എന്നിട്ട് മാറി ആ കമ്പൊക്കെ എടുത്തു. നല്ല കമ്പ കരുവള്ളിക്കമ്പും പാലക്കൂലൊക്കെ അടിയൊക്കെ മുടങ്ങി. അടിച്ചെന്ന് പറയാൻ ആന കറങ്ങി അടിക്കും, ഇയാളും അടിക്കും. ക്യാഷിൽ കാണാം അടിച്ചിരുത്തി അടിച്ച് നായരിപ്പിച്ചപ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് ഒരൊറ്റ അടിയാ കൊമ്പിന് ഈ അടി കയറി കഴിഞ്ഞു. മൂത്രത്തിന് തിരിച്ചങ്ങ് പോയാള്. അവരെ കൂടി ചെന്ന് വലിച്ച് മാറ്റി. ഞങ്ങൾ വലിച്ച് മാറ്റി കഴിഞ്ഞ് പിന്നെ അയാൾ 3 അവിടെ കോട്ടയം ചെന്നപ്പോഴത്തെ അവർ പറഞ്ഞ് വള്ളത്തെ കയറ്റി കയറുമെന്ന്. പ്രതീക്ഷയില്ല, പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. 3 പുള്ളി പിന്നെ അതിനെ വേറെ ആറുമുളക്കാരൻ കോലനായർ വന്ന് ഞാനും കൂടെ പോയി. എന്നെ വള്ളത്തിലിക്കരയാക്കി. അയാളിക്കര വന്നു. അവിടെ ഇങ്ങോട്ട് ചങ്ങലയൊക്കെ എടുത്ത് മുകളിലിട്ട് എന്നെ പൊക്കി കൊണ്ടേക്ക് വെച്ചു. അപ്പോൾ അതിൽ ഞാനും കൂടെ 2 നിന്നും നാരങ്ങ കെട്ടിപ്പോയി. പിന്നെ വേറെ അവിടെ അടിച്ചാണ് അഴിച്ചത്, ഉത്തമനെന്ന് പറയും. അത് അഴിച്ചു കൊണ്ട് ചെന്ന് അവിടെ അങ്ങാണ്ട് കൊണ്ട് ചെന്നിട്ട് പണിഞ്ഞ് വക്ക പറഞ്ഞ് വീണു. വക്കയുടെ തുള എല്ലാം വട്ടം കെട്ടല്ലേ, തുളയുണ്ട് വേണാത്തുള്ള, അതിൽ കുറിച്ചിട്ടാൽ കെട്ടുന്നു. ഈ അത് പറഞ്ഞ് പോരുന്നു. പറഞ്ഞിട്ട് പിടിക്കല്ലേ. ഈ മൂട് വന്ന് പോയി കണപ്പാടാണ് അടിച്ചത്. കണപ്പാട് ഇട്ട് പോയിട്ട് കണപ്പാട് നാട്ടിയാണ്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഞാൻ പോയി. അങ്ങനെ അതിൻ്റെ കൂടെ കുറേ ആളിരുന്നു. അയാൾ റീസൻ്റായിരുന്നൊക്കെ. പിന്നെ ഇങ്ങനെ കൂടി ഇവരോടൊക്കെ കൂടി വിവേക്, കലക്കോടൻ ഇവരൊക്കെ കൂടി നമുക്ക് വലിയ ജോലിപ്പാടൊന്നുമില്ല. പിന്നെ അതും ഇതൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളെ ഒരു തള്ളയ്ക്ക് അരി മേടിക്കാനുള്ള ഗുളിക മേടിക്കാനും. കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം അതൊക്കെ വിട്ടു, പണ്ടേ വിട്ടു. വർഷങ്ങളിപ്പം 26 വർഷമായി. അപ്പോഴേ കെട്ടിയത്. 2 പിള്ളേരും ഉണ്ട്. വള്ളം പറഞ്ഞാൽ 2 പിള്ളേരും ഉണ്ട്. പിള്ളേർ കാണും, ചിലപ്പം വേണ്ടി ചിലപ്പം വേണ്ടവരാൻ പോകും. പിന്നെ ചായ കുടിക്കാൻ ഞാൻ പറയാണ്ട, ചായ കുടിക്കാൻ. പിന്നെ പെങ്ങളുടെ വീടിനടുത്ത് അവിടെ പോകും, അമ്മയോടെ. പിന്നെ 2 അനിയന്മാർ വർക്കലുണ്ട്. ഒരു ചേട്ടത്താർ കൊടുത്തപ്പോൾ ഡ്രൈവറാണ്. അത് കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി. അയാളുടെ മക്കളെല്ലാം ഗൾഫില്ല. അവിടെ ചെന്ന് നിൽക്കാൻ പറയും. ഞാൻ പറഞ്ഞു നമ്മളാരെയും കുട്ടിക്കുന്നു, നമ്മളിതുപോലെ ആനക്കാർ പിള്ളേരോട് ഇങ്ങനെ കറങ്ങി ഒരു ദിവസം അടിച്ച് തമാശയും പറഞ്ഞു. അതിനെ കള്ളാ മോനെന്നൊക്കെ വിളിച്ച് 2 അങ്ങനെ കറങ്ങി നടക്കും. ആർക്കൊരു പണക്കമില്ല, അതും ഇങ്ങനെ പൊക്കോളും. പിന്നെ നമ്മളായിട്ട് ആർക്ക് യാതൊരു ശല്യം ഉണ്ടാക്കാൻ പോവാ. ഞാൻ തമാശയൊക്കെ പറയാം, അല്ല ആർക്കും പഴക്കം. പിന്നെ ഇന്നാളൊരു മുതലാളി ഉടക്കി അയച്ചു വെച്ച് അയച്ച് കാണാൻ അയാൾ പറയാം ഞാൻ ഇപ്പോൾ കേസ് കൊടുക്കും. കുറച്ചു നേരം മാമ്പി ഒരുത്തനെ ഓടിച്ചു. ഒരു ലിവർ എടുത്തുകൊണ്ട് വന്നു. അത് ഓടിക്കാന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് മനുഷ്യനെ ഓടിച്ചു വിട്ടു. ഇതുവരെ നമുക്കൊരുപാട് എന്താ പറയണ്ടേ, തെക്കും ഈ ഒരു മധ്യ കേരളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആനകൾ കയറിയിട്ടുണ്ട്. സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ഉണ്ടോ? പഴയ സുഹൃത്തുക്കൾ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. കുറച്ച് പേരുണ്ട്. ഒരാളുണ്ട്, മാധവൻ എന്ന് പറയുന്ന ആനക്കാരുണ്ട്. അത് ഏത് ആന പുറത്ത് കയറ്റിട്ടാലും പണിയുള്ളൂ. ചടയമനത്തുള്ള എല്ലാവരും അവസരങ്ങളെ കണ്ടിട്ട് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു ആനക്കാരുണ്ട്, സൂമാന പാലോട്, അതൊക്കെ ഉണ്ട്. പിന്നെ വേറെ കുറേ ആനക്കാരൊക്കെ നിർത്തി ഇപ്പം പോകുന്നില്ല. അവരൊക്കെ വീട്ടിലൊക്കെ അവരുടെ മക്കളൊക്കെ. പിന്നെ വേറൊരു ആനക്കാരുണ്ട്, ശീലൻ, അത് ഇവിടെ ഉണ്ട്. അത് വാഴമുണ്ടുള്ള അതിലിവിടെ പട്ടായിലുണ്ട്. അയാളുടെ മോനൊക്കെ പട്ടാളക്കാരനാണ്. പിന്നെ വേറൊരു ആനക്കാരുണ്ട്, വാസവൻ, എടപ്പോണ് വാസവൻ. ഒരു ആനക്കാരനാണ് എൻ്റെ കണ്ടൂരാനക്കാരൻ, എൻ്റെ ചേട്ടൻ, മുരളിയുടെ ചേട്ടൻ. മുരളിയൊക്കെ പിന്നെ ആനേറ്റം പഠിച്ചു. ഞാൻ ചിലപ്പോൾ ഇത്രയും ഒക്കെ ഉള്ളൂ മുരളിയൊക്കെ അവരെ പിടിച്ചിരുമ്പോൾ. സാറിൻ്റെ ഗണേശനാനെ കൂടി വരുമ്പോൾ അന്നൊക്കെ മുരളിയൊക്കെ ഇച്ചിരി ഉള്ളൂ. പിന്നെ ആനേറ്റം ദേവത അന്ന് നമുക്ക് കിട്ടിയതാ, ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല.
നെയ്യാറ്റങ്കര കിട്ടിയായിരുന്നു. അന്ന് നെയ്യാറ്റങ്ങ അമ്പലത്തിലെ പടച്ചോറിൽ നിന്നും തെങ്ങിക്കറി ഓലയും വെട്ടണം, അവിടെ ചുരുണ്ട് കിടക്കണം. അപ്പോൾ അവർ 3 മാസം കഴിഞ്ഞ് പേപ്പർ തരാമെന്ന് പറഞ്ഞു. ഞാൻ 2 മാസം നിന്നില്ല, അതിനുമ്പോൾ ഞാൻ ചാടി പോയി. അങ്ങനെ രജിസ്ട്രാർ ഒരു വഴി പറഞ്ഞു. അങ്ങനെ എന്നൊക്കെ മുകളിലേക്ക് ഇച്ചിരി ഉള്ളി. ഇപ്പോൾ അവർക്ക് ദേവത ജോലിയായി. പിന്നെ അവൻ്റെ ചേട്ടൻ മരിച്ചു പാവം ക്യാൻസറായിട്ട്. പിന്നെ ഈ വാസവൻ എന്ന് പറയും ബീക്കോട്ടെ, വാസവനുണ്ട്. അവൻ്റെ അച്ഛനും ഉമ്മയും നമ്മളെ ആർക്കവിയാണെങ്കിൽ മറ്റേ അല്ലാണ്ടിരിക്കുന്നു. അവരോടൊക്കെ നമ്മളെല്ലാം ഭയങ്കര ഇതായിരുന്നു. ഒരുപാട് ആനക്കരുണ്ട്, എല്ലാം പോയി. ഇപ്പം ഇല്ല. ഇപ്പോൾ എന്താ പറയുക, മാധവനുണ്ട്, സുകുമാരനുണ്ട്, പിന്നെ വേറെ 1-2 പേരുണ്ട്. ബാക്കിയൊക്കെ പോയി. ഇറാനിലുണ്ട് കുറേ ആനക്കാർ. ഇവരൊക്കെ കാണാറുണ്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ? ഈ ഇന്നാൾ ഒരാളെ കണ്ട്, ഇറാനിലുള്ള ഒരാൾ. പിന്നെ പുല്ലൂരുള്ള ആളുണ്ട്, അയാളെയും കണ്ടു. അല്ലാതെ പിന്നെ ബാക്കിയൊന്നും അങ്ങനെ കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങുമ്പോൾ പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട്. ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി ഇങ്ങനെ വന്നു. കുട്ടണ അമ്രാന്ന് എന്നാണ് അറിയാം. പിന്നെ ഇവിടെ പോയി ചായ കുടിച്ച് പിന്നെ പുള്ളിയെ പോയി. ഞാൻ അന്ന് കുറച്ചപ്പോഴേ പോയിട്ട് വന്നേ ഇവിടേക്ക് വന്നു. ഇപ്പോൾ ശിഷ്യന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ ഒരുപാടുണ്ട്, അതൊക്കെ പോയി. ഇല്ല, ആ കൂട്ടത്തിലുള്ളവരാണോ വിവേകും? വിവേകൊക്കെ പിന്നില്ലേ. വിവേകൊക്കെ പരിചയമുണ്ട്, കൊച്ചിൻ്റെ പരിചയമുണ്ട്. നമ്മളെ എന്നെ പരിചയമുണ്ട്. അന്നൊക്കെ ഒരു ആനയിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. അന്നൊക്കെ നമ്മൾ നല്ല പണിയിപ്പോറാണ്, പുലിനാട്ടാണ്. പിന്നെ ഇവർ ആനയുടെ കൂടെ പോയിട്ടൊക്കെ ഇതായത്. എന്നാലും കുഴപ്പമില്ല, അവർ ഇപ്പോഴും ഒരു ഇതുണ്ട് നമുക്ക്. വിവേക്, ചന്തു, ഈ കലക്കോടൻ വിഷ്ണു, പിന്നെ അഭിലാഷ കാണുമ്പോൾ കുട്ടണോ ചാടിയൊക്കെ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളാരെങ്കിലും തള്ളുക പിടിക്കുക ചെയ്താൽ അവൻ ചൂടാവും, അല്ല വേറെ കുഴപ്പം. പിന്നെ അവ അടിച്ച് കറങ്ങി നടന്നോളൂ, അല്ല കുഴപ്പമൊന്നുമില്ല. നല്ല തൊഴിൽക്കാരനാണ്, പക്ഷെ പറയേണ്ട കഥയുണ്ട്. ഇന്ന് നല്ല കൊല്ലം ജില്ലയിലൊക്കെ വടക്കൊക്കെ നല്ല ആനകാരാണ്. പക്ഷേ തിരിച്ച് ഈ കഥാനാനകാല വാസിങ്ങ നല്ല വാസിങ്ങ അവന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടമാമൻ്റെ ആനജീവിതം, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്, പണിയെടുത്തുള്ള എക്സ്പീരിയൻസ്. പിന്നെ ഭാര്യ മക്കളൊക്കെ വർഷങ്ങളായി പോയിട്ട് പിന്നെ തള്ളയുണ്ട്. സിംഗിൾ ലൈഫാണ്, ചില്ലി നടക്കുക. പിന്നെ പെങ്ങളുടെ കൂടെ പോവുക, ആഹാരം ചിലപ്പം കഴിക്കും, ചിലപ്പം കാശുണ്ടെങ്കിൽ കഴിക്കത്തില്ല. വീട്ടിൽ അമ്മയ്ക്ക് വല്ലതും ഗുളിയൊക്കെ മേടിച്ച് കൊടുക്കുക, കാശ് കൊടുക്കുക, ഡ്രസ്സ് മേടിച്ച് കൊടുക്കുക, അങ്ങനെ കറങ്ങും. പണിയില്ലെങ്കിൽ അവിടെ ഒരു കടയുണ്ട്, അവിടെ പോയി എല്ലാം മേടിച്ചിനും. വേറെ കടയുണ്ട്, അവിടെ പോയി കിടക്കും. ഞാൻ പെങ്ങളുടെ അവിടെ പോയി കിടക്കും. എല്ലാം കറങ്ങി അങ്ങ് നടക്കും. പിന്നെ കടപ്പുറം അറിയില്ലേ, അതിൽ കൂടെ എല്ലാം വടക്കാരൊക്കെ കാണും, അവരുടെ കൂടെ ഇങ്ങനെ കറങ്ങി അങ്ങ് കാണും. പിന്നെ ഈ പൊങ്കാള പൊങ്കാളം അവരുടെ അടുത്തൊക്കെ പോയി കഥ പറഞ്ഞ് അവിടെ രസം അടിച്ച് പിന്നെ ഒരു സ്മാളൊക്കെ മേടിച്ചടിച്ച് കറങ്ങി അങ്ങ് പോകും. നമ്മൾ പിന്നെ ഉള്ള കാര്യമുള്ളത് പറയും, നമ്മുടെ കാര്യമൊക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി, നമസ്കാരം. നമുക്ക് ഇനിയും കാണാം. ഇനിയും നമുക്ക് ഓരോ ആനകളുടെ കൂടെ നമുക്ക് പലയിടത്ത് വെച്ച് കാണാം. മരിച്ചില്ലേ, ദീർഘായുസ് നൽകട്ടെ ഭഗവാൻ. അപ്പോൾ എല്ലാവർക്കും ഇത്ര നാളും ഇപ്പം 3-4 വർഷമായി ആന പഠിച്ചിട്ട്. ഇന്നായി ആനയുടെ പുറത്ത് പണിയിപ്പിക്കുന്നത് പിന്നെ വർഷങ്ങളായി ഇപ്പോഴാണ് കയറുന്നത്. ഇപ്പോഴും അതിന് യാതൊരു മാറ്റമില്ല, പഴയ പവർ ഇന്ന് നമ്മൾ കണ്ടതാണ്. വേറെ കാര്യമുണ്ട്, ഇപ്പം പഴയ പവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൂടുതൽ ഇതാവുന്നില്ല, ആദ്യമായിട്ട് ഇപ്പം കയറിയല്ലേ. അത് 2 ദിവസമൊക്കെ കഴിയുമ്പം സ്ഥിരമായിട്ടിരിക്കുമ്പം ഒരു ഉഷാറാവും, ആർക്കായാലും. പിന്നെ അത് പിന്നെ നമ്മൾ വേറെ ജോലിക്ക് പോയി പോകുന്ന കുറച്ചാൾ പോയുമ്പോൾ ഇതില്ലേ. അതേപോലെ ആനയ്ക്കും അറിയാം, കാലറിയാം, കാല് കാണിക്കുന്നതിന് മനസ്സിലാവും എല്ലാം. ഞാൻ അങ്ങനെ അടിച്ചിട്ടില്ല, ഒരു കൂട്ടൊക്കെ കൂട്ടിയില്ല. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. അപ്പം മാമ ഒരുപാട് നന്ദി, നമസ്കാരം.